നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി ഇല്ലെന്ന് സുപ്രീം കോടതി. സമയപരിധി നിശ്ചയിച്ച 2-അംഗ ബെഞ്ചിന്റെ വിധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് തള്ളി. കേരളം ഉൾപ്പെടെയുള്ള NDA ഇതര സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി. ബില്ലിന്മേൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളടങ്ങിയ റഫറൻസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന തീർപ്പ്. ബീഹാർ മുഖ്യമന്ത്രിയായി 10ാം തവണയും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത്. ഉപമുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തു. പാറ്റ്നയിലെ ഗാന്ധി മൈതാനത്ത് വെച്ചാണ് ചടങ്ങുകൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത് ഷാ, JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ, 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ CPIയും സുപ്രീം കോടതിയിലേക്ക്. SIR റദ്ദാക്കണമെന്നത് ആവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഹർജി സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരും CPIയും കോൺഗ്രസും മുസ്ലിം ലീഗും നേരത്തെ SIRനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. BLOമാരുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് വിവരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ CPIM ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരത്തെ 2 പ്രധാന CPIM നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ടെന്നും കോർപ്പറേഷനിലെ CPIMകാരായ ചില ഉദ്യോഗസ്ഥർ കൂടി ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കാളികളാണെന്നും ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും അല്ലെങ്കിൽ UDF നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 1 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. അതീവ പോലീസ് സുരക്ഷയിലാണ് N വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയത്. N വാസുവിനെതിരെ കോടതിക്ക് പുറത്ത് BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. മുസ്ലിം ലീഗിനെതിരെ വിവാദ പരാമർശവുമായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്ത്. മുസ്ലിം ലീഗ് ന്യൂനപക്ഷ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതായി MA ബേബി പറഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ന്യൂനപക്ഷ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുന്നത് RSSന് വളരെ ഇഷ്ടമാണെന്നും MA ബേബി ആരോപിച്ചു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.